ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു പെന്തക്കോസ്ത് അധ്യാപകനോ പാസ്റ്ററോ ഉപദേശിയോ ആണ്. ഇദ്ദേഹത്തിൻ്റെ പേര് പീറ്റർ മാത്യു കലൂർ. ഇദ്ദേഹം എല്ലാ ഗ്രൂപ്പുകളിലും വന്ന് ദുരുപദേശം അടിച്ചേൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് പിതാവ് അല്ല ദൈവം, പിതാവായ യഹോവ അല്ല ദൈവം, യേശു മാത്രമാണ് ദൈവം എന്ന് വാദിക്കുവാൻ വേണ്ടി പുള്ളി വന്ന് കുറേ തള്ളുകൾ നടത്തി. അദ്ദേഹം പറയുന്നു, വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എടാ നിനക്ക് ഈ യഹോവ മാത്രമാണ് അല്ലെ പിതാവ് മാത്രമാണ് ദൈവവും നിനക്കൊരു വാക്യം കാണിച്ചു തരാമോടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വാക്യങ്ങൾ ഒരു വാക്യം ചോദിച്ചപ്പോൾ നമ്മൾ 17 വാക്യം കൊടുത്തു. പഴയ നിയമത്തിൽ നിന്ന് 5 വാക്യവും 12 വാക്യം, പുതിയ നിയമത്തിൽ നിന്ന് 12 വാക്യങ്ങളും ഇദ്ദേഹത്തിന് കൊടുത്തു. അത് കൊടുത്തപ്പോൾ ഇതേ വേറൊരു വ്യക്തിയുടെ കൊടുത്ത വെല്ലുവിളിയിലാണ് ഞാൻ ഇടയ്ക്ക് കയറി ഇത് മറുപടി കൊടുത്തത്. പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അത് മറുപടി കൊടുത്ത ശേഷം ഇദ്ദേഹം എനിക്ക് തരുന്ന മറുപടിയാണ് ഈ കുഞ്ഞ് വീഡിയോയിലുള്ളത്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളിൽ വീട്ടിൽ സ്ത്രീകളോ കുട്ടികളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറി കേൾക്കുവാൻ ഇഷ്ടമില്ല എങ്കിൽ ഒന്ന് ഹെഡ്ഫോൺ ഉപയോഗിക്കുക. ഹെഡ്ഫോൺ ഉപയോഗിച്ച് മാത്രമേ ഇത് കേൾക്കാവൂ, അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതാണ്. ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്ററുടെ സുവിശേഷ പ്രസംഗമാണ് ഈ വീഡിയോയിൽ. നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. എൻ്റെ അമ്മയോട് ചോദിച്ചു നോക്കടാ, എൻ്റെ ഫോട്ടോ കാണിക്കടാ, വേണ്ടി നായിൻ്റെ മോനെ. എൻ്റെ അമ്മയോട് പോയി ചോദിക്കടാ, നീ പട്ടിക്ക് പറഞ്ഞില്ലയോ? എടാ എൻ്റെ അമ്മ നിന്റെ അമ്മൂമ്മ നിനക്ക് വല്ല അറിയാമടാ? എടാ നിന്റെ മോന്ത കണ്ട അറിയാമോടാ നീ പട്ടിക്ക് പറഞ്ഞാന്ന്? പിന്നെ നീ പട്ടി തീട്ടം തിന്നാനാന്നോടാ നീ? അതോ തീട്ടം തിന്നാനല്ലോടാ പെന്തക്കോസെല്ലാം കണ്ട അങ്ങോട്ട് പോയെന്ന് പറയുന്നത്? എടാ നായിൻ്റെ മോനെ, നീ ഈ പെന്തക്കോസിൽ പോയെന്ന് പറഞ്ഞ ലജ്ജയിലോടെ നിനക്ക് പറയാന്? എടാ പട്ടിക്ക് പറഞ്ഞ നായ, എൻ്റെ അമ്മയുടെ അടുത്ത് പോയി ചോദിക്കടാ. നീ എന്നെ ടാഗ് ചെയ്തെന്ന് പറഞ്ഞു, നിന്റെ അമ്മൂമ്മ ഇവിടെ നേമത്ത് വന്ന് ഞാൻ കാണും കേട്ടോടാ. പാറക്കിഴി ഓടാ, നീക്ക് പറഞ്ഞ തേണ്ടി നായിൻ്റെ മോനെ. ഓടാ നിന്റെ പാട്ടിന് പാട്ടി. നീ എന്നാടാ ബൈബിള് പഠിപ്പിക്കാൻ നടക്കുന്നത്? ബൈബിളിന്റെ ABCD വായിച്ചിട്ടുണ്ടാ നീ? നീ ഏതാടാ, ഏത് പെന്തക്കോസ്താന്ന് പറഞ്ഞ് പോയടാ? ഏത് പെന്തക്കോസിലാടാ കയറി? നിനക്ക് എന്തൊരു കോസ്തറിയായിരുന്നടാ? നിന്നെ ആരാടാ അവിടെ കയറ്റിയത്? നീ അവിടെ പരിയമ്പറത്ത് പോയി തീട്ടം തിന്നാൻ പോയതാന്നോടാ പാട്ടി? നീ പെന്തക്കോസിനെ പറയാൻ നടക്കുന്നത്? ഇനി കേട്ടോടാ, നീക്ക് പറഞ്ഞത് നേമത്തെ കാട്ടിൽ വല്ല ഊളനുണ്ടായ നിന്റെ മോന്ത കണ്ട അറിയാമോടാ നീ ഏത് പട്ടിക്ക് പറഞ്ഞാണെന്ന്? ആ ഊളന് പറഞ്ഞ നായിന്റെ മോനെ, ഓടാ പാട്ടി തീട്ടം തിന്നുന്ന തേണ്ടി. നീ എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നോടാ പാറക്കടി പുല്ലേ? ഓടാ പാട് നോക്ക്. ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി എന്നുള്ള പേരുണ്ടായെന്ന് പറഞ്ഞ താന് ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു, നിന്നെ ഹിന്ദു എന്ന് വിളിക്കുന്നു, എന്നെ ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നു. മനസ്സിലായില്ലേ? ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ലെന്നാ പറഞ്ഞേ. നിനക്ക് ഈ പറയുന്ന വല്ലതും മനസ്സിലാവുന്ന പൊട്ടനാണോ നീ? എടാ ഊളന് പിറന്ന ഊളന്റെ മോനെ, നിനക്ക് എന്തോന്ന് വചനം അറിയാവിടാ? എടാ നീ ഊളന് പറഞ്ഞ ഈ നേമത്തെ കാറ്റിനങ്ങാൻ ഊളന് പിറന്നവനല്ലോ നീ. നീ എന്തുവാടാ ഈ വന്ന് പറയുന്നേ? നീ വചനം പോസ്റ്റ് ചെയ്ത് സംസാരിക്കടാ, വിവരമുള്ളവനാണെങ്കിൽ. അല്ലെ നിന്നെ ഇതിൽ സജീവ് ജോൺ വിളിച്ച വിളിയല്ലോടാ എന്നെ വിളിക്കേണ്ടത്. മറ്റേ ഗ്രൂപ്പിനകത്ത് സജീവ് ജോൺ നിന്നെ വിളിക്കുന്നുണ്ട്. ആ വിളിയൊന്നും ഞാൻ വിളിക്കാൻ ഞാനില്ല. ഊളന് പറഞ്ഞവൻ. എടാ അജിത്തെ, നിനക്ക് എന്തോന്നാ അറിയാവുന്നേ? വാക്യം പോസ്റ്റ് ചെയ്യടാ. ധാരപ്പെട്ട ഉടനെ പാപം പോകുന്നു. വാക്യം പോസ്റ്റ് ചെയ്ത് സംസാരിക്കുക. അജിത്തെ, തനിക്ക് വിവരമില്ലെന്നുള്ളതിന്റെ വേറെ തെളിവാണ് ഞാൻ യേശുനാമക്കാരനാന്ന്. തനിക്ക് എവിടുന്ന് മനസ്സിലായി? ഒരു വിവരം എന്ന് പറഞ്ഞാൽ അല്പമെങ്കിലും അടുത്തൂടെ പോകണം. നിലവിൽ മനസ്സിലായില്ലേ? ഞാൻ യേശുനാമക്കാരനൊന്നും അല്ല. പിതാവ് ദൈവമാണെന്നും പുത്രൻ ദൈവമാണെന്നും പരിശുദ്ധാത്മാവ് ദൈവമാണെന്നും വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ്.
കാരണം തിരുവഴുത്ത് അങ്ങനെ പഠിപ്പിക്കുന്നത്. അങ്ങനെ കണക്ക് ഇങ്ങനെ സ്നാനപ്പെടുന്ന ഉടനെ പാവം പോയത്. എവിടെ ആടോ സ്നാനപ്പെട്ടുമ്പോൾ പാവം പോയത്? ഇതുപോലുള്ള പഠിപ്പിക്കല്ലേ ഇതാ പഠിപ്പിച്ചു നടക്കുന്നത്. വിവരക്കേട് മാത്രം അറിയാവുന്ന അജിത്ത്. പിതാവായ ഏകദൈവം എന്ന് മാത്രം പറയുന്ന ഒരു വാക്യം ചോണയുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യടാ. 25 ഭൂമിയും കൊണ്ട് നടക്കുന്ന ഭ്രാന്തൻ. എടാ ഭ്രാന്തൻ സജി കോശി, നിനക്ക് ചുണയുണ്ടെങ്കിൽ ഒരു വാക്യം ആ വാക്യമായിട്ട് പോസ്റ്റ് ചെയ്യണം. താനിത് ഇങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത് തനിക്ക് നാണമുള്ളവനാണ്. 26ാമത്തെ ഭൂമി 100 കൊണ്ട് കയറാനിരിക്കുന്ന വിവരം കേട്ട